ഇന്ത്യയിൽ പരോക്ഷ തെരഞ്ഞെടുപ്പ് രീതി പിന്തുടരുന്ന രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭാ തെരഞ്ഞെടുപ്പുകളിൽ സ്വീകരിച്ചിരിക്കുന്ന രീതി ഏത്? ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് തൊട്ടുമുമ്പ് രാഷ്ട്രീയ പാർട്ടികളെയും മുന്നണികളെയും വിജയസാധ്യത പരിശോധിച്ച് പ്രവചിക്കുന്ന പഠനശാഖയാണിത്. സഫോളജി. സെയ്ദ് വിളകളുടെ വിളവെടുപ്പ് കാലം ജൂണാണ്. ഖാരിഫ് വിളയാണ് കരിമ്പ്. കരിമ്പ് ഒരു ഖാരിഫ് വിളയാണ്. ഉഷ്ണകാലത്തും ശൈത്യകാലത്തും ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിള ഏത്? ചോളമാണ് ഉഷ്ണകാലത്തും ശൈത്യകാലത്തും ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിള. പഴങ്ങളും പച്ചക്കറികളും സെയ്ദ് വിളയിൽ ഉൾപ്പെടുന്നതാണ്. സെയ്ദ് വിള ഏതാണെന്ന് ചോദിച്ചാൽ പഴങ്ങളും പച്ചക്കറികളുമാണ്. ഇന്ത്യയിൽ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായമാണ് പരുത്തിത്തുണി വ്യവസായം. ഇന്ത്യയിലെ ആദ്യത്തെ പരുത്തിത്തുണി മില്ല് ഫോർട്ട് ഗ്ലാസ്റ്ററിൽ സ്ഥാപിതമായ വർഷം 1818 കൊൽക്കത്തയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പരുത്തിത്തുണി മില്ല് ഫോർട്ട് ഗ്ലാസ്റ്ററിൽ സ്ഥാപിതമായ വർഷം 1818 കൊൽക്കത്തയിലാണ്. കോട്ടോണോപോളിസ് എന്നറിയപ്പെടുന്ന നഗരം മുംബൈയാണ്. കാലിത്തീറ്റ സെയ്ദ് വിളയിൽ ഉൾപ്പെടുന്നതാണ്. അരിച്ചോളം, തുവര ഇതൊക്കെ ഖാരിഫ് വിളയാണ്. ദൈവഭൂമിയിലൂടെ എന്ന പുസ്തകം രചിച്ചത് എം.കെ. രാമചന്ദ്രനാണ്. ദേവഭൂമിയിലൂടെ എന്ന പുസ്തകം രചിച്ചത് എം.കെ. രാമചന്ദ്രൻ. പ്രകാശം ഒരു സെക്കൻഡ് കൊണ്ട് ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്ന ദൂരം എത്ര എന്ന് ചോദിച്ചാൽ 3 ലക്ഷം കിലോമീറ്ററാണ്. പ്രകാശം ഒരു സെക്കൻഡ് കൊണ്ട് ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്ന ദൂരം എത്ര? 3 ലക്ഷം കിലോമീറ്റർ. ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരമാണ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. അപ്പോൾ ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 15 കോടി കിലോമീറ്ററാണ്. മണ്ണെണ്ണയിൽ സൂക്ഷിക്കാവുന്ന ലോഹങ്ങളാണ് ഏതൊക്കെ? സോഡിയവും പൊട്ടാസ്യവും. ഇലത്താളം, മണികൾ തുടങ്ങിയവയിൽ ഉപയോഗിക്കുന്ന ലോഹത്തിൻ്റെ സവിശേഷത എന്താണ്? സോണോറിറ്റിയാണ്. ഇലത്താളം, മണികൾ തുടങ്ങിയവയിൽ ഉപയോഗിക്കുന്ന ലോഹത്തിൻ്റെ സവിശേഷതയാണ് സോണോറിറ്റി. ഡക്റ്റിലിറ്റി ഏറ്റവും കൂടിയ ലോഹം പ്ലാറ്റിനമാണ്. സോഡിയം ജലവുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന പദാർത്ഥങ്ങൾ ഏതൊക്കെ? സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജനുമാണ് സോഡിയം ജലവുമായി പ്രവർത്തിച്ചാലുണ്ടാകുന്ന പദാർത്ഥങ്ങൾ. ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ലോഹങ്ങളുടെ കഴിവിനെയാണ് സോണോറിറ്റി എന്ന് പറയുന്നത്. ചില ലോഹങ്ങൾ അന്തരീക്ഷ വായുവിലെ വിവിധ ഘടകങ്ങളുമായി രാസപ്രവർത്തനത്തിലേർപ്പെട്ട് പുതിയ പദാർത്ഥങ്ങളായി മാറുന്നു. ഈ പ്രക്രിയയാണ് ലോഹനാശനം എന്ന് പറയുന്നത്. ചില ലോഹങ്ങൾ അന്തരീക്ഷ വായുവിലെ വിവിധ ഘടകങ്ങളുമായി രാസപ്രവർത്തനത്തിലേർപ്പെട്ട് പുതിയ പദാർത്ഥങ്ങളായി മാറുന്നു. ഈ പ്രക്രിയയാണ് ലോഹനാശനം. കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം തൃശ്ശൂരാണ്. അർജുന അവാർഡ് നേടിയ അങ്കിത റെയ്നയുടെ കായിക ഇനം ഏത്? ടെന്നീസാണ്. വിന്ധ്യ പർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗമാണ് ഡെക്കാൻ പീഠഭൂമി. വിന്ധ്യ പർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗമാണ് ഡെക്കാൻ പീഠഭൂമി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് എവറസ്റ്റാണ്. മൗണ്ട് എവറസ്റ്റ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗമാണ് ഉത്തര മഹാസമതലം. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗമാണ് ഉത്തര മഹാസമതലം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലിപ്പമുള്ളതുമായ സ്റ്റീൽ പ്ലാന്റാണ് ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഇന്ത്യയിലെ ഏറ്റവും